നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയൻ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. 29-ന് ഹാജരാകേണ്ട വീണയെ ED നേരത്തെ വിളിപ്പിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച വീണയെ ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ SFIO പിടിച്ചെടുത്ത രേഖകൾ EDക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രേഖകൾ ലഭിച്ചതിനെ തുടർന്ന് വീണയെ വീണ്ടും വിളിപ്പിച്ചത്. കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ രേഖകൾ ലഭിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കുമെന്ന് വീണയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും വീണയെ വിളിപ്പിച്ചതും. CMRL എക്സാലോജിക് കേസിൽ SFIO രേഖകൾ കഴിഞ്ഞ ദിവസമാണ് EDക്ക് കൈമാറിയത്. കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടുന്ന 134 രേഖകളാണ് കൈമാറിയത്. ഈ രേഖകൾ കേസിനെ കുറിച്ച് നിർണായകമായ തെളിവാണ്. കേസ് സാമ്പത്തിക കുറ്റകൃത്യമായി കണ്ടാണ് മുൻപ് അന്വേഷിച്ച SFIO മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആദായ നികുതി കേസിലെ പോലെ പിഴയടച്ച് പിൻവാങ്ങാൻ വീണയ്ക്ക് കഴിയുകയുമില്ല. എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് ഈ രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് SFIO മുദ്രവെച്ച് കൈമാറിയത്. കോടതിയാണ് ഇത് EDക്ക് കൈമാറിയത്. നേരത്തെ വീണയെ ED ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. SFIO രേഖകളും മൊഴികളും നിരത്തിയാവും ചോദ്യം ചെയ്യൽ. അന്വേഷണം പിണറായി വിജയനും കുരുക്കാണ്. വീണ പണം കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് വേണ്ടിയുള്ള കൈക്കൂലി ആയിരുന്നെന്നാണ് കേസിൽ കോടതിയെ സമീപിച്ച BJP നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുടനീളവും അതിനു മുൻപും കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ കൊള്ള ചെയ്യാൻ CMRL കമ്പനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിനുള്ള പ്രതിഫലമാണ് വീണയിലൂടെ പിണറായി വിജയൻ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഷോൺ ആരോപിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണിത്. മാസപ്പടി കേസിൽ പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള ഒരു കത്തും EDക്ക് മുൻപ് ഷോൺ നൽകിയിരുന്നു. വിദേശ അക്കൗണ്ടുകളെ പറ്റിയും അന്വേഷണം വേണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടത്. പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിലെ ആക്രമണത്തെ തുടർന്ന് ED ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലെത്തിയിരുന്നു. ഈ യോഗത്തിൽ ഷോൺ പറഞ്ഞ ആരോപണം തന്നെയാണ് അന്വേഷിക്കാൻ ED ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തത്. മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ED അന്വേഷിക്കുന്നത് എന്നതിനാൽ അബുദാബിയിലെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം കേസിൽ നിർണായകമാവുകയും ചെയ്യും. ഇത് വീണയ്ക്കല്ല, പിണറായിക്ക് തന്നെയാണ് കുരുക്കാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPM ഉറ്റുനോക്കുന്നത്.